പാടിയാട്ടിലൂടെ ഒരുക്കിയ ശിവലിംഗവും തൃശൂലവുമെല്ലാം കൗതുക കാഴ്ചയായി. ഏറ്റുമാനൂർ പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ പാടത്താണ് നെൽച്ചെടികളിലൂടെ വ്യത്യസ്തമായ കലാസൃഷ്ടികൾ ഒരുക്കിയിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ നെൽപ്പാടത്ത് പ്രത്യക്ഷപ്പെട്ട ശിവലിംഗത്തിന്റെയും തൃശൂലത്തിന്റെയും നിഴലാണെന്നേ തോന്നൂ. പാടശേഖരത്തിൽ പാടിയാട്ടിൽ ഒരുക്കിയ ചിത്രമാണിത്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഈ ചിത്രം. ഇത് പകർത്തുന്നതിനും മറ്റും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ക്ഷേത്രം ഭാരവാഹിയായ അഭിലാഷ് ചന്ദ്രനൊപ്പം 5 പേർ ചേർന്നാണ് കലാസൃഷ്ടി ഒരുക്കിയത്. ജപ്പാനിലെ പാടശേഖരങ്ങളിൽ പാടിയാട്ടുകൾ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വേറിട്ടൊരു പരീക്ഷണത്തിന് ഇവർ ഇറങ്ങിയത്. പച്ചയും വയലറ്റും നിറഞ്ഞ നെൽച്ചെടികളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. വയനാട്ടിൽ നിന്നും എത്തിച്ച നാസർബാദ് ഇനത്തിൽപ്പെട്ട നെല്ലാണ് വയലറ്റ് നിറത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പച്ച നിറത്തിനായി ജ്യോതി ഇനത്തിൽപ്പെട്ട നെല്ലും. ഞാറുനടിയിൽ സമയത്ത് തന്നെ തയ്യാറാക്കേണ്ട രൂപത്തിൽ ഞാറ് നട്ട് ഒരുക്കുകയാണ് ചെയ്തത്. നെല്ല് കതിരിടുന്ന കാലയളവ് വരെ രൂപം കാണാൻ സാധിക്കും. ഇപ്പം ഈ വേറെ ഈ ഇതിലുള്ള അമ്പലത്തിൻ്റെ ഇതിലുള്ള കുറച്ച് ആൾക്കാർ കൂടി പുതിയതായിട്ട് പ്ലാൻ ചെയ്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം വാളും ചിലമ്പോൾ ഉണ്ടാക്കി. പക്ഷേ വേറെ വെറൈറ്റി ആയിട്ട് ശിവലിംഗമായിട്ട് കഴിഞ്ഞാണ്ട് വർഷങ്ങളായിട്ട് വിതയ്ക്കാതെ കിടക്കുന്ന അമ്പലമായിരുന്നു, അല്ലെങ്കിൽ പാടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവർ വിതച്ചു. അപ്പോൾ ഒരു കലാപരിവുമായിട്ട് അവരങ്ങ് ഇതങ്ങ് ആക്കി. അപ്പോൾ ഇവിടെയും കൊടുങ്ങല്ലൂരുള്ള ആ വഴിപാട് ഇവിടെ ഉള്ളൂ. ഇവിടെ ഒത്തിരി കുടമുണ്ട്. കൊടുങ്ങല്ലൂർ ഒരു കുടവും. അപ്പോൾ ഇവിടെയാണ് ആടുന്നത്. നേരത്തെ 2 കൃഷി ഉണ്ടായിരുന്നു. പിന്നെ ഈ വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഒരു കൃഷിയായിട്ടില്ല. ഇവർ ഈ ആണ്ട് കഴിഞ്ഞ ആണ്ടോട്ട് ഇതങ്ങ് കൃഷി നടത്തുന്നു. ക്ഷേത്രം വക ഭൂമിയിൽ തന്നെയാണ് കലാസൃഷ്ടി ഒരുക്കിയിരിക്കുന്നത്. പാടശേഖരത്തിൽ നിന്നും വിളവെടുക്കുന്ന നെല്ല് ക്ഷേത്രാവശ്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത്. മുമ്പ് വർഷങ്ങളോളം ഇവിടം തരിശായി കിടക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ആദ്യമായി ഇവിടെ പാടി ആർട്ട് പരീക്ഷിച്ചത്. വാളും ചിലമ്പുമാണ് കഴിഞ്ഞ വർഷം ഒരുക്കിയത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.